ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മൊത്തത്തിൽ അങ്ങ് കിളി പോയിരിക്കുകയാണ് കേട്ടോ ശിവാനിക്ക്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത വസുന്ധര ചാവിയും താക്കോലും ലോക്കറ് ഒക്കെ ശിവാനിയുടെ കൈകളിലാക്കാമെന്ന് കരുതിയത് അത് നിധിയുടെ കൈകളിലാകാൻ പോകണം കേട്ടോ. അപ്പോൾ അവിടെ വസുന്ധര പറയുന്നുണ്ട്, അതെങ്ങനെ ഏട്ടത്തി ശരിയാവും, അതൊരിക്കലും ശരിയാവില്ല, ഞാൻ അങ്ങനെ പറഞ്ഞു എന്നിരിക്കട്ടെ, പക്ഷേ ഞാൻ പറഞ്ഞത് അടുക്കള കാര്യത്തിലായിരുന്നു. അത് കേൾക്കുന്ന പാറു പറയണേ, നീയല്ലേ പറഞ്ഞത് പണിയെടുപ്പിക്കുന്ന കാര്യത്തിൽ അത് ശിവാനിക്കും, എന്നാൽ ബാക്കിയുള്ള കാര്യത്തിൽ ബാക്കിയുള്ളവർക്കും എന്ന്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെയല്ലേ നിധിയും, എല്ലാ അവകാശവും അധികാരവും ഒക്കെ നിധിക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. അടുക്കളക്കാര്യം നിധി ഏറ്റെടുക്കാം എന്ന് കരുതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ അത് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് തന്നെയാണ് വേണ്ടത്. കാരണം നിധിയാണ് ഈ വീടിൻ്റെ എല്ലാം ഏറ്റെടുക്കേണ്ടത്. എന്താ പ്രണവ്, ഞാൻ പറഞ്ഞതെല്ലാം തെറ്റുണ്ടോ? അപ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയാം, ഇന്നലെ കയറി വന്നവളാണ് ശിവാനി. ശിവാനിക്ക് ഒന്നും തന്നെ അറിയില്ല. ശിവാനിക്ക് ഈ വീടിനെ കുറിച്ചോ മറ്റുള്ളതിനെ കുറിച്ചോ ഒന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് ശിവാനി ഏറ്റെടുക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെ വസുന്ധരക്ക് ഒന്നും മിണ്ടാനാവില്ല കേട്ടോ. അങ്ങനെ വസുന്ധര നോക്കുകുത്തി ആവാനേ വസുന്ധരക്ക് പറ്റുള്ളൂ. അങ്ങനെ വസുന്ധര നോക്കുകുത്തിയായി തന്നെ നിൽക്കേണ്ടി വരികയാണ്. അങ്ങനെ പിന്നീട് വസുന്ധരക്ക് വാ തുറക്കാനാവാതെ എല്ലാവർക്കും മുന്നിൽ വെച്ച് നിധിക്ക് ചാവി കൊടുക്കുകയാണ്, ലോക്കറിൻ്റെ ചാവിയൊക്കെ കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് പാറു അങ്ങ് കൊടുക്കുമ്പോൾ ശരിക്കും ശിവാനിക്ക് ദേഷ്യം പിടിക്കാനുണ്ട്. പക്ഷേ അത് കണ്ട് പ്രണവ് കയ്യടിക്കുകയാണ്. പ്രണവും ഗൗതമും ഒക്കെ കയ്യടിക്കുമ്പോൾ പാറു ചോദിക്കുക, എന്താ വാസു, നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ നീ എന്താ കയ്യടിക്കാത്തതെന്ന് പറയുമ്പോൾ അവിടെ പ്രണവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയ്യടിക്കുകയാണ് കേട്ടോ ശിവാനിയും പാറുവും. അങ്ങനെ പിന്നീട് പ്രണവ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ശിവാനിയുടെ മുഖത്തോട്ട് പോലും നോക്കുന്നില്ല. അപ്പോൾ ഗൗതം പറയണേ, അമ്മ എനിക്കും ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ ഭാര്യയുടെ അരയിൽ ഈ ഒരു ചാവിയൊക്കെ തൂങ്ങി, അല്ലെങ്കിൽ സാരയുടെ മുമ്പിൽ ഈ ഒരു ചാവി തൂങ്ങിക്കിടക്കുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അമ്മ അതൊന്ന് തൂക്കിയിട്ട് കൊടുത്തേ എന്ന് പറയുമ്പോൾ തൂക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ തൂക്കിയിട്ട് കൊടുത്തിട്ട് ഗൗതം പറയണേ, ഇനി എൻ്റെ അടുത്ത ആഗ്രഹം, വീടിൻ്റെ ഭരണം മൊത്തത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ നടത്തവും സ്റ്റൈലൊക്കെ ഒന്ന് മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ നീ ഒന്ന് അങ്ങനെ ആയേ എന്ന് പറയണേട്ടാ. അങ്ങനെ നിധിയെ ഒരു സൈഡിലോട്ട് കൊണ്ടുപോയി നിർത്തിയിട്ട് നിധിയോട് അങ്ങനെ നടന്നു വരാൻ പറയാൻ കേട്ടോ ഗൗതം. അപ്പോൾ ഈ ഏട്ടൻ്റെ ഒരു കാര്യം എന്നിങ്ങനെ പ്രണവ് പറയുന്നുണ്ട്. പ്രണവ് അതിനൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ ഇതേ സമയം ശിവാനിയും വസുന്ധരയും എന്താണ് ഈ പ്രണവിനി എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വില കൊടുക്കാതെ പ്രണവ് ഇങ്ങനെ നിധിയോട് അങ്ങനെ നടന്നു വരാൻ പറയാനിട്ട്. അപ്പോൾ ഗൗതമിൻ്റെ ആവശ്യപ്രകാരം നിധി അങ്ങനെ നടന്നു വരുമ്പോൾ ചാവി ഇങ്ങനെ കിളികിളിങ്ങുന്ന ആ സൗണ്ട് കൂടിയാവാണ്. പക്ഷേ നിധിയല്ലേ വല്ല ഫാഷൻ പരേഡിൽ നിൽക്കുന്നത് പോലെ നിധി അങ്ങ് വന്നിട്ട് ഗൗതമിൻ്റെ അടുത്തെത്തുമ്പോൾ പുഞ്ചിരിയും, ശിവാനിയുടെ അടുത്തെത്തുമ്പോൾ സാരിയുടെ തുമ്പുണ്ടല്ലോ അത് ശരിക്കും ശിവാനിയുടെ മുഖത്ത് തട്ടുന്ന വിധത്തിലുള്ള ആ ഒരു കറക്കവും ചെയ്യുമ്പോൾ ശിവാനിക്ക് ദേഷ്യം പിടിക്കണം കേട്ടോ. എന്നിട്ട് ശിവാനിയോട് കണ്ണുകൾ കൊണ്ട് തന്നെ, എങ്ങനെയുണ്ട് എടി എൻ്റെ ഈ നടപ്പും ഈ ഒരു കാട്ടിക്കൂട്ടൽ, ഇത് നിനക്ക് ദഹിക്കുന്നില്ലേ? അപ്പോൾ വസുന്ധരക്ക് ദഹിക്കുന്നില്ല കേട്ടോ. വസുന്ധര ചേ എന്ന് പറഞ്ഞിട്ട് കണ്ണ് താത്തുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, പക്ഷേ ഇവിടെ പ്രണവാണെങ്കിൽ താഴോട്ട് നോക്കി നിൽക്കണം കേട്ടോ. അപ്പം നിധി ഇങ്ങനെ ശിവാനിയെ വെല്ലുവിളിക്കുന്ന ആ നോട്ടവും രീതിയൊക്കെ ഉണ്ട്. പക്ഷെ അത് പ്രണവിൻ്റെ കണ്ണിൽ കാണുന്നില്ല കേട്ടോ. അങ്ങനെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വസുന്ധര അവിടെ നിന്ന് പോകുമ്പോൾ ശിവാനി പിറകിൽ തൂങ്ങി പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം പ്രണവിനാണെങ്കിൽ ഒരു ഫോൺ കോൾ വരുന്നത് കൊണ്ട് തന്നെ പ്രണവും പോകുന്നു കേട്ടോ. പിന്നീട് പാറുവിനെ നിധി അങ്ങ് കെട്ടിപ്പിടിക്കണം. എന്നാലും എൻ്റെ ആൻറ്റി, നിങ്ങൾ ഇത്ര വല്ലാത്തൊരു സംഭവമാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് നിങ്ങൾ ചെയ്തു കൂട്ടിയത്. ഇങ്ങനെയൊക്കെ ചെയ്യാനേ നിങ്ങളെ കൊണ്ടേ കഴിയുള്ളൂ. ഞാൻ ഒരു നിമിഷം അവളുണ്ടാക്കിയ ഭക്ഷണം അടിപൊളിയാണെന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വല്ലാതെ അങ്ങ് ഞെട്ടിപ്പോയി. എന്നാൽ ഈ സമയം ഇതിന് വേണ്ടിയായിരുന്നു, എനിക്ക് ഇത്രയും വലിയ സർപ്രൈസ് തരാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ പാറു പറയണേ, എടി ഞാൻ അമ്പലത്തിൽ നിന്ന് കയറി വരുന്ന സമയത്ത് വസുന്ധരയും ഈ പറയുന്ന ശിവാനിയും കൂടി നിനക്കിട്ടൊരു പാര പണിയുന്നു എന്ന് പറഞ്ഞു. അവൾ ഹോട്ടലിൽ നിന്ന് ഫുഡും മേടിച്ചിട്ട് നമ്മളെ കൊണ്ട് എല്ലാവരെയൊക്കെ കൊണ്ടും കഴിപ്പിച്ചിട്ട് അവളുണ്ടാക്കിയതാന്ന് ആ വരുത്തി തീർത്തുകളും ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന ഗൗതം പറഞ്ഞു, ആഹാ അമ്പടാ കൊള്ളാലോ, അവൾ ഇത്ര ഭീകരിയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നിങ്ങനെ ഗൗതം പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിധി പറയണേ, എന്തായാലും എൻ്റെ അമ്മക്ക് ഇതിനൊരു സമ്മാനം ഞാൻ തരണ്ടേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാറുവിൻ്റെ മുഖത്ത് ഒരു ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൗതം പറയണേ നിധിയോട്, അതെന്താ നിധി എനിക്ക് ഉമ്മയില്ലേ എന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ പാറു പറയണേ, നിർത്തണം നിൻ്റെ ഈ ഒരു കോമാളി തരം തമാശ വേണ്ട, ഇപ്പോൾ ഈ സമയത്താണ് അവൾ നിനക്ക് ഉമ്മ തരേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ശിവാനിക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ശിവാനി വസുന്ധരയുടെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ ശിവാനി പറയുന്നത്, എന്നാലും എൻ്റെ ആൻറ്റി എത്രാമത്തെ തവണയാണ് എനിക്ക് ഈ പതർച്ച വരുന്നത്? 1 or 2 തവണയല്ല, 2-3 തവണയായി എന്നെ എല്ലാവർക്കും മുന്നിൽ നാണം കെടുത്തുന്ന ഈ സീന് വരുന്നത്. ആദ്യം പ്രണവ് താക്കോൽ കൊണ്ട് എന്നെ നാണം കെടുത്തി, ഇപ്പോഴാണെങ്കിൽ ആധാരം കൊണ്ടും ഈ പറയുന്ന ലോക്കർ ചാവി കൊണ്ടും എന്തൊരു നാണക്കേടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ
അവിടെ വസുന്ധര പറയട്ടെ, ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെയൊക്കെ വരുമെന്ന്. പക്ഷേ ഞാൻ നിൻ്റെ കൈകളിൽ ആ ചാവി തരാൻ ശ്രമിച്ചപ്പോൾ എന്നാൽ വന്നത് ഇങ്ങനെ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ ഏട്ടത്തിക്ക് എങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എത്ര പെട്ടത് മനസ്സിലായത്. എന്തായാലും അവർ നമുക്ക് നല്ല പണിയാണ് തന്നതെന്ന് പറയുമ്പോൾ ശിവാനി പറയണേ, ഇനി മൂന്നാമത്തത് എന്തായിരിക്കും എന്ന് പറയാൻ കഴിയില്ല ആൻറ്റി, അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ പേടിക്കാതെ, അതിനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ കണ്ടെത്തും. മൂന്നാമത് എന്തായാലും പ്രണവ് അവർക്കൊപ്പം നിൽക്കില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ സമയം പാറുവിനോട് ഗൗതമും നിധിയും കൂടി പറയണേ, എന്നാലും എൻ്റെ ആൻറ്റി ഇത്രയും വലിയൊരു സംഭവമാണെന്ന് ഞങ്ങൾ ഒരിക്കലും അറിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾക്ക് ഇങ്ങനെ ഒരു കൊട്ട് കൊടുക്കണമെന്ന് എൻ്റെ ജീവിതത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്തായാലും എൻ്റെ നിധി നീ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ നോക്കി നടത്തണം, അടുക്കള കാര്യവും ലോക്കർ കാര്യവും മറ്റുള്ളവർക്ക് പൈസ ചോദിക്കുന്ന കാര്യവും. ഇതിനിടയ്ക്ക് ശിവാനിയോട് പറയുന്നുണ്ട്, ശിവാനി നിനക്ക് പണം വേണ്ടി വന്നാൽ പോലും നീ നിധിയോടാ ചോദിക്കേണ്ടത്, എന്നോടല്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് അതിനിടയ്ക്ക് ശിവാനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയാം, അതിങ്ങനെ ശരിയാവും, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ആരാണ് വീട്ടിൽ ചിലവ് നടത്തുന്നത് അവരുടെ കൈകളിൽ നിന്നാണ് പണം വാങ്ങേണ്ടത്, അല്ലാതെ അതൊന്നും പറ്റില്ല എന്ന വാക്കല്ല ശിവാനി പറയേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയം പറയുന്നുണ്ട്, എൻ്റെ ശിവാനി എനിക്കൊരു തേൻമുട്ടായി പോലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇനി നിധിയോട് ചോദിക്കണം. നിധി എനിക്കൊരു തേൻമുട്ടായി തരുമോ എന്ന് ഞാൻ നിധിയോട് ചോദിക്കുമ്പോൾ നിധി പറയണേ, നിങ്ങൾ ഈ തേൻമുട്ടായി മേടിക്കാൻ പൈസയൊക്കെ തരാം, പക്ഷേ അതിലൊരു തേൻമുട്ടായി എനിക്കും മേടിക്കണമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ചിരിക്കുമ്പോൾ ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീന് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ വരുന്നത്. എന്നാൽ ഈ സമയം പാറു ഇങ്ങനെ ഗൗതമിനെയും ഈ പറയുന്ന നിധിയെയും പറഞ്ഞയച്ചതിന് ശേഷം, നിധി നിൻ്റെ കൈകളിൽ ഞാൻ ഈ വീടിൻ്റെ ഭാരം തന്നത് അത് വെറുതെ ഒന്നല്ല, ഈ വീട്ടിൽ നീ 24 മണിക്കൂർ ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത് ചെയ്യേണ്ടി വരുമ്പോൾ തീർച്ചയായും നിർമ്മലയെ തേടിയില്ല നിൻ്റെ ഇറക്കമില്ലാതാവും. നിർമ്മലയെ ഒരിക്കലും നീ കണ്ടെത്താൻ പാടില്ല. നിർമ്മലയെ കണ്ടെത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഗൗതം അവൻ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. അതെൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിർമ്മലയെ തേടി പോവാൻ പാടില്ല എന്ന് പറയുന്നു എന്ന് പറയാനായിട്ട്. എന്നാൽ ഈ സമയം ശിവാനിയാണെങ്കിലോ ഈ വീട്ടിൽ വന്നിട്ട് എനിക്ക് ഉയർച്ചയുണ്ടാവുമെന്ന് കരുതിയിട്ട്, എനിക്ക് ഉയർച്ചയല്ല എനിക്ക് താഴ്ചയാണ്, എനിക്ക് എല്ലാവർക്കും മുന്നിൽ നാണക്കേടാണ് വരുന്നത്, ഈശ്വരൻ എന്തൊരു കഷ്ടകാലമാണ് എനിക്ക് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ശിവാനി ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കാണാൻ ഒരു താക്കോൽ കൂട്ടത്തിൻ്റെ ഈ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ ശിവാനി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ ഒരു താക്കോൽ കൂട്ടത്തിൻ്റെ ഇളക്കമായിരിക്കൂട്ടോ. അത് കാണുന്നതിനോട് കൂടിയിട്ട് നിധി പിറകിൽ വരുന്ന, അപ്പം നിധി ഇങ്ങനെ താക്കോൽ ഇങ്ങനെ ഇട്ടിട്ട് ശിവാനി ഒരുമാതിരി കോരുന്നത് പോലെ ആ നടത്തവും ഇരുത്തമൊക്കെ കാണുമ്പോൾ ശരിക്കും ശിവാനിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. എന്താ നിനക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് ശിവാനി? നീ വിചാരിച്ചത് ഇവിടെ വന്നാൽ എല്ലാം കൂടി നിൻ്റെ തലയിലോട്ട് അങ്ങ് എടുക്കാം, നീ ഈ വീട് തന്നെ മൊത്തത്തിൽ അങ്ങ് അടിച്ചു മാറ്റാം എന്നൊക്കെ നീ കരുതിയോ? എന്നാൽ അതൊന്നും ഒരിക്കലും ഞാൻ ചെയ്യാൻ സമ്മതിക്കില്ലടി. കാരണം ഇതെൻ്റെ കുടുംബമാണ്, എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ നിന്നെ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് പറയണേ, ഇതെൻ്റെ കുടുംബമാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബം സംരക്ഷിക്കേണ്ടത് എൻ്റെ ആവശ്യമായതുകൊണ്ട് തന്നെ ഈ ചാവി ഇനി എൻ്റെ കൈകളിൽ. എന്തിന്? നിനക്ക് പണം വേണമെങ്കിൽ നീ എൻ്റെ മുന്നിൽ കൈ കുമ്പിട്ട് നിൽക്കണം, അതാണ് അവസ്ഥ. അതാണ് ഈ നിധിയെ നിനക്കൊരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. നീ എവിടെ നിധിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും പിന്നീട് വിജയം നിധിക്ക് തന്നെയാണ് വരിക എന്നൊക്കെ പറഞ്ഞ് നിധി ഇങ്ങനെ വെല്ലുവിളിക്കാൻ കേട്ടോ. എന്നിട്ട് പറയണേ, നീ മറ്റുള്ളവർക്ക് മുന്നിൽ എന്നെ കൊച്ചാക്കി എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് നീ സ്റ്റാറാവാൻ നോക്കുമ്പോൾ നീ ഹോട്ടലിൽ നിന്നും വരുത്തിയ ആ ഭക്ഷണമാണെന്നുള്ള ആരും അറിയില്ല എന്ന് കരുതിയോ? എന്നാൽ അതിനുള്ള തിരിച്ചടിയാണ് എനിക്കിത് തന്നത്. എന്തായാലും പാറു നീയും ഈ പറയുന്ന വസുന്ധര ആൻറ്റി സംസാരിക്കുന്ന കേട്ടത് കൊണ്ട് തന്നെ ഇന്ന് താക്കോൽ കൂട്ടങ്ങൾ എൻ്റെ അരക്കെട്ടിലായി എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ശിവാനിക്ക് ഇങ്ങനെ ദേഷ്യം വന്ന് സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ ഇന്ന് വരാനിരിക്കുന്നത്.